ഞാൻ വിചാരിച്ചു സുദീപേട്ടൻ എന്റെ കൂടെ ഇവിടെ നിൽക്കുമെന്ന്. എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുത്ത് അറിയിക്കുമ്പോൾ എനിക്ക് എന്റേതായ ഒരു തീരുമാനമില്ലേ? അമ്മാവൻ പറഞ്ഞ പോലെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവണം. നമ്മുടെ ഫ്യൂച്ചറിന് അതാ നല്ലത്. സുദീപേട്ടാ, എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. എന്തിന്? എന്റെ മേക്കപ്പിന്റെ കിറ്റും ചുരിദാറിന്റെ പെട്ടിയും ഒക്കെ അവിടെ ഇരിക്കുക. ഒന്ന് കൊണ്ടുത്താ സുദീപേട്ടാ, പ്ലീസ്. നിന്റെ സഹായത്തിന് ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ, അവരോട് കൊണ്ടുവരാൻ പറ. പൊടിമോനും ജയസുധ വന്നില്ലേ? അവര് വിട്ടില്ല. അവിടെയും മഴക്കായോ? മനുഷ്യനെ തൊലി ഉരിഞ്ഞു പോയി. അവരുടെ ഒരു ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഒരു കിഴങ്ങിനെ പോലെ നോക്കിക്കേണ്ടി വന്നു. അപ്പൊ മനസ്സിലാക്കാണല്ലോ എന്താ നടന്നിരിക്കണേന്ന്. പൊടിമോൻ, അതിപ്പോ നീ... എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. എനിക്ക് നിങ്ങളെ പോലെ ഈ സാഹിത്യ ഭാഷയൊന്നും അറിയില്ല, അതുകൊണ്ട് കേൾക്കാനും താല്പര്യമില്ല. അവളെ ഇനി അവരിങ്ങോട്ട് വിടുന്നില്ല. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞില്ലേ? കാര്യങ്ങൾ ഇപ്പോഴും സബ്ജക്റ്റിക്ക് മനസ്സിലായില്ലേ, അതോ മനസ്സിലായില്ലെന്ന് നടിക്കാണോ? മോനെ, പൊടിമോനെ, നീയൊന്ന് നിക്ക്, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്വത്തിന്റെ കാര്യം ഞാൻ പിള്ളച്ചേട്ടനോട് സംസാരിക്കാനിരിക്കുക. അച്ഛൻ പറഞ്ഞ രീതിയിലല്ലേ സ്വത്ത്, അതുകൊണ്ട് എനിക്കെന്താ ഗുണം? നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോ? എല്ലാത്തിനും ഒരു തീരുമാനമായിട്ട് അവളെ ഇങ്ങോട്ട് വിടാന്നാ പറഞ്ഞിരിക്കുന്നേ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ശ്രുതി ഇനി ഇവിടെ ഉള്ളിടത്തോളം കാലം അവളെ ഇനി ഇങ്ങോട്ട് വിടത്തില്ലാന്ന്. അവള് വരുന്നില്ലെങ്കിൽ വരണ്ടാടാ, അവിടെ നിന്നോട്ട് വരണമെന്ന് തോന്നുമ്പം വന്നാ മതി. അച്ഛൻ കാരണം എന്റെ ജീവിതം തകർന്നത്. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ അച്ഛനോട് ചെയ്തത്? നീ എന്നോടല്ല, ഈ കുടുംബത്തോടാ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത്. മനസാക്ഷിക്ക് നിരക്കാത്തത് ചെയ്തോണ്ടിരിക്കുന്നവന് മനസമാധാനം കിട്ടുകയില്ല. മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്താൻ. അച്ഛൻ ഈ പറയുന്നതും ചെയ്യുന്നൊന്നും ശരിയല്ല, അന്യായമാ. ഇത്രയും കാലം അച്ഛനോട് മറുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നീയും പറഞ്ഞു. നീയായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? ഞാൻ എന്താ ദ്രോഹം ചെയ്തതെന്ന് പറഞ്ഞു. അച്ഛൻ ശ്രുതിക്ക് സ്വത്ത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളല്ലേ കൊടുക്കേണ്ടത്. അവളുടെ കൊച്ചിനെ ഞങ്ങളല്ലേ ദത്തെടുക്കുന്നേ. നിയമപരമായി അത് ചെയ്താലല്ലേ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടൂ. പിന്നെ എന്തിനാ അച്ഛൻ ഈ മൊത്തം സ്വത്തിന് വീതിച്ചു കൊടുക്കുന്നേ? സ്വത്തിനെ കുറിച്ച് ആരും ഇവിടെ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുത്തത് കൊടുത്തതാ, അതിനി മാറ്റുമെന്ന് ആരും കരുതണ്ട. നീയൊക്കെ കൊടുക്കും, എനിക്കറിയാലോ എന്താ കൊടുക്കുന്നതെന്ന്. എന്നാ എല്ലാവരും ഒരു കാര്യം കേട്ടോ, മനോരോഗമുള്ള ഒരാള് എന്ത് ചെയ്താലും അതിന് വാലിഡിറ്റി ഇല്ല. ട്രീറ്റ്മെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കോടതി പോയാൽ ഒരു കോടതിയും പറയില്ല ഭ്രാന്തന്മാർ എഴുതിയ വിൽപ്പത്രത്തിന് സാധ്യത ഉണ്ടെന്ന്. അത് ഭ്രാന്തായിട്ടേ കാണൂ. അത് എല്ലാരും മനസ്സിലാക്കിക്കോ, എല്ലാരും. അച്ഛന് ഭ്രാന്താണെന്ന് മക്കൾ ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടാൽ ഒരു സുഖമുണ്ട്. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചോ, കോടതി കാണിക്കാൻ.
കേട്ടില്ലേ മോളെ? ഞാനൊരു ഭ്രാന്തനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നടക്കുക. എന്റെ മക്കള് അച്ഛൻ വട്ടനാണെന്നുള്ളത് കോടതി തെളിയിക്കാൻ. അച്ഛാ, അതൊക്കെ അന്നേരത്തെ ആ ദേഷ്യത്തിന് സുദീപ് വെറുതെ വിളിച്ചു പറഞ്ഞതായിരിക്കും. അല്ല മോളെ, അതൊന്നുമല്ല. ഇന്ന് സകലതിനും സർട്ടിഫിക്കറ്റ് ആണല്ലോ ആധാരം. നീ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാ. എനിക്കോ? ആ, നിനക്ക് തന്നെ. നിന്റെ വയറ്റിൽ വളരുന്ന ജീവൻ നിന്റേതാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, നിന്റെ ചോരയാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, അതും വേണ്ടി വരും കോടതിയിൽ. വേണ്ടി വരും കോടതിയിൽ. കോടതിയിൽ വേണ്ടി വരും. കോടതിയിൽ വേണ്ടി വരും. കോടതിയിൽ. ഇങ്ങനൊരു തീരുമാനമല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറൊരു വഴിയുമില്ല ഡോക്ടർ. അന്ന് ദർശനം നിർബന്ധിച്ചതുകൊണ്ടാ സത്യത്തിൽ ശ്രുതിയുടെ കുഞ്ഞിനെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നിയത്. അതുകൊണ്ടല്ലേ 2 കൈയും നീട്ടി ശ്രുതിയെ സ്വീകരിച്ചത്. അതിന്റെ പേരില് ഇപ്പൊ ഈ കുടുംബം തകരുന്ന അവസ്ഥയിലാ അതുവരെ എത്തി. ആ, ഡോക്ടർ തീരുമാനിച്ചിട്ട് നാളെ തന്നെ വിളിക്കണേ. ശരി ഡോക്ടർ. താനിത് എന്തൊക്കെയാണോ സവി സംസാരിക്കുന്നത്? ഞാൻ ദർശനയോട് സംസാരിച്ചു. അവളാണല്ലോ ഇതിന്റെയൊക്കെ മൂല കാരണം. എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം? അവര് നമുക്കൊരു ജീവിതം കാണിച്ചു തന്നവരല്ലേ. നമുക്ക് ഇങ്ങനെയൊരു ജീവിതം വേണ്ട രവി. ഇത്രയും നാളെ ജീവിച്ചതുപോലെ ഇനിയും നമ്മൾ ജീവിക്കും. ഞാൻ ഈ തറവാട്ടി വന്നു കയറിയവളാ. ഈ തറവാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കേണ്ടവള. ഞാൻ കാരണോ? ഇല്ലെങ്കിൽ എന്റെ ആഗ്രഹം കൊണ്ടാ ഈ വഴക്ക്. അതുകൊണ്ട് എനിക്ക് കുഞ്ഞു വേണ്ടത്. സബി, നീ എന്താ ഈ പറയുന്നേ? നമുക്ക് കുഞ്ഞു വേണ്ടെന്നോ? എനിക്ക് കുഞ്ഞിനെ വേണ്ട. അങ്ങനെയെങ്കിലും ഇവിടുത്തെ വഴക്ക് തീരുന്നെങ്കിൽ തീരട്ടെ. അപ്പോ കുഞ്ഞെന്നുള്ള തന്റെ ആഗ്രഹം, സ്വപ്നങ്ങൾ, അതൊക്കെ ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങളല്ലേ രവി? നമുക്കത് വിധിച്ചിട്ടില്ല. അല്ലെങ്കിൽ യോഗം ഉണ്ടെങ്കിൽ കിട്ടട്ടെ. നമ്മൾ കുറെ ശ്രമിച്ചതല്ലേ, ലീഗലിയും അല്ലാതെയും. വെറുതെ ഒരു കുഞ്ഞിനെ കൊണ്ടു തരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ആണോ? അതത്ര എളുപ്പമാണോ സബി? നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ഒരുപാട്. രവി, നമുക്ക് ഒന്നുകൂടി മൂവ് ചെയ്യാം. ഒരു കുഞ്ഞിനു വേണ്ടി നമ്മൾ ലീഗലായി കൊടുത്ത അപേക്ഷ
ആരോരുമില്ലാതെ വഴി കിടന്നൊരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ മനുഷ്യസ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പിന്നെ കഥകളറിഞ്ഞ് അവളെ സ്വീകരിക്കാൻ താനാ എന്നെ നിർബന്ധിച്ചത്. ഞാൻ എതിർത്തിട്ടും താൻ എന്നെ നിർബന്ധിച്ചു. ഞാനത് അംഗീകരിച്ചത് അങ്ങനെയെങ്കിലും ഒരമ്മയാവാനുള്ള തൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ ശരിയാ രവി. അന്ന് പൊട്ടത്തരം കൊണ്ടോ ദുരാഗ്രഹം കൊണ്ടോ അങ്ങനെയൊക്കെ കൊതിച്ചുപോയി, വല്ലാണ്ട് കൊതിച്ചുപോയി. ഇപ്പൊ ശ്രുതി അവള് നമ്മുടെ ആരാ, നമ്മുടെ ആരൊക്കെയാണ്. അവളുടെ പ്രകൃതം കൊണ്ടാ അവൾ ഇവിടുത്തെ ഒരു അംഗമായത്. ഇതുപോലൊരു പെണ്ണ പൊടിമോന്റെ ഭാര്യയായിട്ട് ഇവിടെ വരേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതൊക്കെ സത്യ രവി. അവളെ നമ്മള് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോ ഈ പ്രോപ്പർട്ടി ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ അവളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നു. താനിങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു? ഇല്ലല്ലോ. അതുമാത്രമല്ല രവി, നമ്മുടെ കുഞ്ഞെന്നതിനേക്കാൾ ഈ വീട്ടിലെ അന്തരീക്ഷം കൂടി. തൻ്റെ തീരുമാനത്തിന് എന്നും ഞാൻ കൂടെ നിന്നിട്ടേ ഉള്ളൂ. എല്ലാ തീരുമാനങ്ങളും താനാ എടുത്തിട്ടുള്ളത്. അതൊന്നും തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. എന്നെ സംബന്ധിച്ച് തൻ്റെ മനസ്സ് വേദനിക്കുന്ന എനിക്ക് കാണാൻ വയ്യ. താൻ തന്നെ സ്നേഹിച്ചു, താൻ തന്നെ ഉപേക്ഷിക്കുന്നു. തൻ്റെ തീരുമാനം എന്താണോ അത് നടന്നോട്ടെ. എല്ലാത്തിനും ഒരു പരിഹാരം വേണമല്ലോ. അവളുള്ളോണ്ടല്ലേ അച്ഛൻ ആ സ്വത്ത് അവൾക്കും വേണ്ടി ഷെയർ ചെയ്തത്. അവൾ പോകുന്നതോടുകൂടി ആ പ്രശ്നം തീരും. പൊടിമോനും ജയസുധയ്ക്കും അവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു സമാധാനമാവും. തൻ്റെ തീരുമാനം നമുക്ക് അവളോട് പറയണ്ടേ? എന്തു പറയും, അതെങ്ങനെ പറയുന്നൊക്കെ താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇത് അത്ര നിസ്സാരമായിട്ട് അവളോട് പറയാൻ കഴിയോ? പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ ദർശനയോട് പറഞ്ഞപ്പോ അവളെ ഹോസ്പിറ്റലാക്കിയാൽ മതിയെന്നാ പറഞ്ഞത്. പിന്നെ അവള് തീരുമാനിക്കട്ടെ ഇനി എന്താ വേണ്ടതെന്ന്. അവള് പിന്നെ അവിടുന്ന് എങ്ങോട്ട് പോകും? എവിടേക്കെങ്കിലും പോട്ടെ, അവളുടെ വഴി അവള് തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. അത് എന്താണെങ്കിലും. താനീ കാര്യം അവളോടൊന്ന് പറ. താൻ തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്ക്. പറയാൻ എനിക്ക് വയ്യ രവി. രവി പറഞ്ഞാ മതി. അവക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാം, എത്രയാന്ന് വെച്ചാലും. അവള് നമുക്കൊരു ബാധ്യതയാവരുത്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് രവി തന്നെ പറഞ്ഞാ മതി, പറഞ്ഞു മനസ്സിലാക്കിയാ മതി. ഞാനിതെങ്ങനെ അവളോട് പറയും? പറഞ്ഞല്ലേ പറ്റൂ രവി. എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അവളുടെ മുഖത്ത് നോക്കി നീ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയാൻ എനിക്കാവില്ല.
അവൾ പ്രസവിച്ച് അവളുടെ കുഞ്ഞുമായിട്ട് ഇവിടെ തന്നെ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവളോട് ഞാൻ എങ്ങനെ പറയും? തന്നേക്കാൾ ആ കുഞ്ഞിനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിലിപ്പോ എന്താണെന്നറിയോ? ദിവസങ്ങൾ എണ്ണുക. ഈ കയ്യിലേക്ക് ഒരു കുഞ്ഞു ജീവൻ വീഴുന്നത് കാത്ത് അമൃത് പോലെ നെഞ്ചി ചേർത്ത് പിടിക്കാൻ, ലാളിച്ചും കൊഞ്ചിച്ച് താരാട്ടിയും താലോലിച്ചും മനസ്സുകൊണ്ട് ഞാനൊരു അച്ഛനായിപ്പോയി സഭി. രവി, പക്ഷേ വേണ്ടാന്ന് വെക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അച്ഛനെ നോക്കി അച്ഛന്ന് വിളിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ എന്നെ നോക്കി അച്ഛന്ന് വിളിക്കാൻ ഒരാള്, ആ വിളി കേൾക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. പക്ഷേ മനസ്സിലൊരു പരിഹാരം തോന്നുന്നുണ്ട്. എന്താ? പറയാം. ഞാൻ പറയാം. കിടക്കാൻ നോക്കാം. എനിക്കൊരു മനസ്സിൽ വേറൊരു പരിഹാരം തെളിഞ്ഞു വരിക. അതെന്താ രവി? നമ്മള് ഒരുപാട് കള്ളങ്ങൾ അച്ഛനോടും അമ്മോടും ഒക്കെ പറഞ്ഞിട്ടില്ലേ? അത് ഇവിടം വരെ കൊണ്ടെത്തിച്ചില്ലേ? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറയാറില്ലേ? അതുപോലൊരു പരിഹാരം. അതെന്താ? പറയാം. രാവിലെ വിശദമായിട്ട് പറയാം.
ആ